അയ്യോ ഇതെന്താ കത്തിയൊക്കെ ആയിട്ട്? കത്തി ചെറിയ കുക്കിംഗ് ആയിരുന്നു. അശ്വതി മുകളിൽ തുണി വിരിച്ചോണ്ടിരിക്കുന്നു. ചെറിയൊരു തോരൻ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. പിന്നെ എന്താണ് വരവിന്റെ ഉദ്ദേശം? ഞങ്ങള് വെറുതെ വന്നതാ. നിങ്ങൾ കഴിക്കാനുണ്ടാവോ? ഉണ്ടാവും ഇല്ലേ? അപ്പൊ എന്റെ ഫുഡ് ഒന്ന് ടേസ്റ്റ് ചെയ്യാം. ഈ പ്രഷർ കുക്കർ സേഫ് ആണോ? പലയിടത്തും പൊട്ടിത്തെറിക്കുന്നുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. എന്താ അതിന് കാരണം? നമ്മുടെ കുക്കറുകൾ 99% സേഫാണ്. അതിൽ 1-2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം എങ്ങനെയാണ് കുക്കറിന്റെ വർക്കിംഗ് എന്ന് ഞാൻ പറഞ്ഞുതരാം. 30 PSI പ്രഷറിൽ വർക്ക് ചെയ്യുന്ന നമ്മുടെ കുക്കറുകൾ 30 PSI പ്രഷറിന് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ വിസിൽ എന്ന് വിളിക്കുന്ന ഈ വെയിറ്റ് പൊങ്ങുകയും എയർ റിലീസ് ആവുകയും ചെയ്യും. അതെല്ലാവർക്കും അറിയാം. എന്തെങ്കിലും കേസിൽ ഫുഡ് വേസ്റ്റോ മറ്റോ അടിഞ്ഞ് ഈ വിസിൽ മുകളിലേക്ക് പൊങ്ങിയില്ലെങ്കിൽ എന്ത് ചെയ്യും? കുക്കർ സ്വാഭാവികമായിട്ട് പൊട്ടിത്തെറിക്കും. അത് ഒഴിവാക്കാൻ എല്ലാ കമ്പനികളും ഇതിനകത്ത് ഒരു സേഫ്റ്റി വാൽവ് വെച്ചിട്ടുണ്ട്. പക്ഷേ 6 മാസത്തിലൊരിക്കൽ നിങ്ങൾ ഈ വാൽവ് ക്ലീൻ ചെയ്യുകയോ അല്ലെങ്കിൽ മാറ്റുകയോ വേണം. 25-30 രൂപ വിലയുള്ള ഈ വാൽവ് നമ്മൾ സമയത്ത് ക്ലീൻ ചെയ്യുകയോ മാറ്റാത്തത് കൊണ്ടാണ് പല വീടുകളിലും ഹോട്ടലുകളിലും കുക്കറുകൾ പൊട്ടിത്തെറിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ വാൽവ് നമുക്ക് വീട്ടിൽ തന്നെ മാറ്റുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കാര്യം, നമ്മുടെ ചാനലിൻ്റെയും പേജിൻ്റെയും പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു സോളാർ മൊബൈൽ ചാർജിങ് കൊണ്ട് നിങ്ങൾക്ക് സൗജന്യമായിട്ട് തരുന്നുണ്ട്. വീട്ടിൽ കറണ്ട് ഇല്ലാത്തപ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോഴോ സൺലൈറ്റിൽ നിങ്ങൾക്ക് മൊബൈൽ ചാർജ് ചെയ്യാം. അത് നിങ്ങൾക്ക് കിട്ടാനായിട്ട് എന്ത് ചെയ്യണമെന്ന് കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതെ. അപ്പം നമുക്ക് ഈ പ്രഷർ കുക്കറിലെ വാൽവ് മാറ്റാൻ നമുക്കൊരു ചെറിയ പ്ലെയർ വേണം, ഒരു മൈനസ് സ്ക്രൂ ഡ്രൈവർ വേണം, പിന്നെ നമ്മുടെ വാൽവ് വേണം. വാൽവ് നമുക്ക് ഇങ്ങനെ ആദ്യം ഊരിയെടുക്കുക. അപ്പം നമുക്കിതിൻ്റെ വാൽവ് മാറ്റാൻ വളരെ ഈസിയാണ്. നമുക്ക് ആദ്യം ഈ ഫിസിൽ എന്ന് പറയുന്ന വെയിറ്റിനെ അങ്ങ് മാറ്റുക. പ്ലെയർ കൊണ്ട് ഇങ്ങനെ ലൂസാക്കിയ ശേഷം ജസ്റ്റ് ഇങ്ങനെ കൈ കൊണ്ട് നമുക്കിത് മാറ്റാം. ഇതാണ് നമ്മുടെ പഴയ വാൽവ്. നിങ്ങൾക്ക് നോക്കി അറിയാം, അത് ആകെ ഹാർഡായിരിക്കുന്നു. ഈ ഒരു മെറ്റീരിയൽ ഹാർഡായിരിക്കുന്നു. അപ്പോൾ ഇത് ഈ ഒരു കണ്ടീഷനിൽ ഇത് പ്രഷർ വന്നാൽ ചിലപ്പോൾ ഇത് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു 6 മാസത്തിൽ എല്ലാവരും ഇത് മാറ്റണം. ഇത് എങ്ങനെ ചേഞ്ച് ചെയ്യാൻ നോക്കാം. ആദ്യം നമുക്ക് ഈ ഒരു പോർഷനും ഒന്ന് ക്ലീൻ ചെയ്യാം. നമ്മുടെ പുതിയ വാൽവ് ജസ്റ്റ് ഇവിടുന്ന് ഇട്ട് കൊടുത്തിട്ട് ഇതിവിടുന്ന് ഇങ്ങനെ ആദ്യം കൈ കൊണ്ട് ടൈറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് പ്ലെയർ വെച്ച് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് വെക്കണം. ഇതിൽ ടൈറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾ അത് കണക്ക് കുക്കറിൽ ഒരു കാര്യം കൂടെ ചെയ്യണം. ഒരു സൂചിയോ നമ്മുടെ പിന്നോ എന്തെങ്കിലും യൂസ് ചെയ്ത് ഈ ഹോളുകൾ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്ത് കൊടുക്കണം. അപ്പം സേഫായിട്ട് കുക്ക് ചെയ്യുക. നമ്മുടെ വീട്ടിലുള്ള അമ്മയും അനിയത്തിയും ഭാര്യമാരൊക്കെ വളരെ സേഫായിട്ട് ഇരിക്കട്ടെ. ഈ ജീവന്റെ വിലയുള്ള ഇൻഫർമേഷൻ നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.